to force and displacement over which it acts. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും റിലേറ്റ് ചെയ്യുന്നു. A man tries to pull a rigid board for a long time but fails to displace it. What is the external work done by? ഒരാളൊരു ബോളിനെ പിടിച്ച് തള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വർക്ക്? നമുക്കറിയാം, ഒരു ബോളിനെ പിടിച്ച് തള്ളുന്ന സമയത്ത്, പുഷ് ചെയ്യുന്ന സമയത്ത് ആ ബോൾ മൂവ് ചെയ്യുമോ? ഇല്ലല്ലോ, അല്ലെ? ഒരാൾ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ആ ബോൾ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ് അവിടെ? 0. നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് കോസ് തീറ്റ ആണ്. അപ്പൊ എസ് അവിടെ 0 ആണെങ്കിൽ എന്താ പറ്റുക? വർക്ക് അവിടെ 0 ആയിരിക്കും. അപ്പൊ എത്ര ഫോഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല, ബോൾ മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്നുണ്ടെങ്കിൽ വർക്ക് എത്രയാണ്? 0. എന്താണ് ആൻസർ? അപ്പോ 0. ഓക്കെ, 0. അടുത്ത സജസ്റ്റ് 2 കണ്ടീഷൻസ് ഫോർ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ടു ബി 0. വർക്ക് 0 അവിടെ കണ്ടീഷൻ ആണ്. എക്സാമ്പിൾ അല്ല, കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ, അല്ലെ? എഫ് ഡോട്ട് എസ് ആണ് എഫ് എസ് കോസ് തീറ്റ. വർക്ക് 0 ആണ് കണ്ടീഷൻ എടുക്കാം. 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എഫ് 0 ആവണം, അല്ലെങ്കിൽ എസ് 0 ആവണം, അല്ലെങ്കിലോ കോസ് തീറ്റ 0 ആവണം. ഈ കോസ് തീറ്റ 0 ആവുന്നപ്പോഴാ തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോൾ. ഓക്കെ, ഏതൊക്കെ കേസ്? ഒന്നെങ്കിൽ എഫ് 0 ആവണം, അല്ലെങ്കിൽ എസ് 0 ആവണം, അല്ലെങ്കിലോ തീറ്റ 90 ആവും, അല്ലെ? അപ്പൊ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ടു ബി 0 എന്ന് പറഞ്ഞാണ്. അപ്പൊ ഫോഴ്സ് അവിടെ ഉണ്ട്, ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ 2 കണ്ടീഷൻ പറഞ്ഞാൽ മതി. എന്താ കണ്ടീഷൻ? ഫോഴ്സ് ഉണ്ട് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് 0. എന്താ എക്സാമ്പിൾ? ബോളിനെ പിടിച്ച് പുഷ് ചെയ്യണേ. ഇനി ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ ആംഗിൾ എത്രയാ? 90. അപ്പോഴും വർക്ക് എത്രയാ? 0. അപ്പോ സജസ്റ്റ് 2 കണ്ടീഷൻസ് ഫോർ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ടു ബി 0. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷൻ എന്തൊക്കെയാ? ഒന്നുകിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവണം, അല്ലെങ്കിലോ ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഈ 2 കേസിലും വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? C part. A body of mass 1 kg travels in a straight line with a velocity v equal to kx raised to 3/2, where k equal to 5 SI units. Calculate the work done by the net force to displace from x equal to 0 to x equal to 2 meter. നമുക്ക് വർക്കാണ് കാണുന്നത്. എന്താ വന്നേക്കുന്നത്? വെലോസിറ്റി ആണ്. അവിടെ അപ്ലൈ ചെയ്യേണ്ട തിയറം എന്ന് പറയുന്നത് വർക്ക് എന്റെ തിയറം ആണ്. ഓക്കെ, എന്താ വർക്ക് എന്റെ തിയറം പറയുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി. ഓക്കെ, work done is equal to change in kinetic energy. Work done is equal to change in kinetic energy. അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വർക്ക് കാണണം. വർക്ക് കാണുന്നത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോ മാസ് അറിയാം. എത്രയാ മാസ്? മാസ് 1 kg ആണ്. പിന്നെ സ്ട്രൈറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യണേ. വെലോസിറ്റി എന്തായിരിക്കും? ഒരു ഇക്വേഷൻ ആയിട്ടാണ്. വെലോസിറ്റി ഡിപെൻഡ്സ് ഓൺ x. v is equal to kx raised to 3/2. അത് കെയുടെ വാല്യൂ അറിയാം. കെയുടെ വാല്യൂ 5 ആണ്. നമുക്ക് മാറ്റാം. 5x raised to 3/2 ആണ് വിയുടെ വാല്യൂ. Then calculate the work done by the net force to displace from x equal to 0 to x equal to 2 meter. അപ്പൊ x equal to 0 മുതൽ x equal to 2 meter ആവുന്നവരെയുള്ള എന്ത് ചെയ്യണം? വർക്ക് ആണ്. അപ്പൊ 0 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉള്ള വർക്കാണ് കാണുന്നത്. ശരിയല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യാം നോക്കാം. So work done is equal to change in kinetic energy. Okay, that is work done is equal to Ke final minus K initial. അല്ലെ? ഫൈനൽ kinetic energy minus initial kinetic energy. Change in kinetic energy കാണണ്ടേ? അപ്പോൾ ഫൈനൽ kinetic energy minus initial kinetic energy. ഏത് kinetic energy ആണ്? half m v square. അല്ലെ? അപ്പോൾ half m v final square minus half m v initial square. Clear? എങ്ങനെ കണ്ടിന്യൂറ്റി ആണ്? ഹാഫ് എം ബി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് എം മാസ് കോൺസ്റ്റന്റ് ആണ്, മാറുന്നില്ല. വെലോസിറ്റി മാറുന്നുണ്ട് അല്ലെ? വെലോസിറ്റി എന്താ? ഇക്വേഷൻ ആണ്. v is equal to kx raised to 3/2 ആണ്. അപ്പൊ വെലോസിറ്റി x അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? വെലോസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഐ സ്ക്വയർ. എന്താണ് വി എഫ്? ഫൈനൽ വെലോസിറ്റി. എന്താണ് വി ഐ? ഇനീഷ്യൽ വെലോസിറ്റി. കൊണ്ടേ കൊടുക്കുകയാണ്. ഹാഫ് എം കോമൺ ആണ് അല്ലെ? അപ്പോ ഹാഫ് എം കോമൺ ആക്കി എഴുതി. അപ്പൊ വി എഫ് സ്ക്വയർ മൈനസ് വി ഐ സ്ക്വയർ. ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. ഇനി നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ അറിയാം അല്ലെ? ഹാഫ് എം ഇൻറ്റു വെലോസിറ്റി ഇക്വേഷൻ എന്താ? കെ എക്സ് റേസ് 3/2 അല്ലെ? 5x 3/2. അപ്പൊ 5x raised to 3/2 ആണ്. Then ഫൈനൽ കണ്ടീഷൻ, അതുപോലെ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ,
ഇനി ഏതാ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്? x 2 മീറ്റർ ആവുന്നു. എന്താ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്? x 0 ആവുന്നു. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു വെലോസിറ്റി ഫൈനലാണ് വേണ്ടത്. വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? എന്താ 5x is 3/2. ഏതാ ഫൈനൽ കണ്ടീഷൻ? 2 മീറ്റർ ആവണം അല്ലെ? 0 2 മീറ്റർ വരെയാണ് മൂവ് ചെയ്യണത്. അപ്പൊ 0 ഇനീഷ്യൽ കണ്ടീഷൻ, 2 മീറ്റർ ആണ് ഫൈനൽ കണ്ടീഷൻ, റൈറ്റ്? അപ്പൊ 5 ഇൻറ്റു എക്സ് എത്രയാ ഫൈനൽ കണ്ടീഷനകത്ത്? 2 മീറ്റർ ആണ്. 2 raised to 3/2 all square മൈനസ് 5 ഇൻറ്റു എക്സ് ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെ? ഏതാ ഇനീഷ്യൽ കണ്ടീഷൻ? 0. അപ്പോൾ അവിടെ എന്ത് വരും? 0 വരും. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഹാഫ് എം ഇൻറ്റു സ്ക്വയർ അല്ലേ? അപ്പൊ 5 സ്ക്വയർ 2 raised to 3/2 all square അല്ലെ? സ്ക്വയർ 5 വേണം, 2 raised to 3/2 വേണം. അപ്പൊ എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു മാസ് നമുക്കറിയാം എത്രയാ മാസ്? 1 kg ആണ്. ഇൻറ്റു 5 സ്ക്വയർ 25, 2 raised to 3/2 all square എന്ന് പറയുമ്പോൾ സ്ക്വയർ പോകും. ബാക്കി 2 raised to 3 എത്രയാ? 8. ശരിയല്ലേ? ദെൻ 2 8 കട്ടായി 4, 25 into 4 എത്രയാ? 100 ആൻസർ വരും. ഇനി വർക്കല്ലേ? എന്താ വർക്കിന്റെ യൂണിറ്റ്? ജൂൾ. എന്താ ആൻസർ? 100 ജൂൾ ആൻസർ. ഓക്കെ അല്ലേ? അത് നമ്മൾ അപ്ലൈ തിയറം എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ അടുത്ത റോട്ടിൽ പറയാം, നെക്സ്റ്റ് റോട്ടിൽ പറയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കാരണം നമുക്ക് വർക്ക് കാണാൻ ഫോഴ്സ് അറിയത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് അറിയത്തില്ല അല്ലെ? പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്താ അറിയില്ല? ഫോഴ്സ് അറിയില്ല, ഡിസ്പ്ലേസ്മെന്റ് അറിയില്ല. അപ്പൊ പിന്നെ വർക്ക് കാണാൻ വേറൊരു വഴി മാത്രമേ ഇല്ല. എന്താ? വർക്ക് എന്ന തിയറം അപ്ലൈ ചെയ്യാം. എന്താ വർക്ക് തിയറം പറയുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടി നമുക്ക് എന്താ അറിയാം? മാസ് അറിയാം, വെലോസിറ്റി അറിയാം. പക്ഷെ വെലോസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, എക്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 0 മുതൽ 2 മീറ്റർ വരെയുള്ള വർക്കാണ് കാണേണ്ടത്. അപ്പൊ 0 പൊസിഷനിലെ കൈനറ്റിക് എനർജി കാണണം, 2 മീറ്ററിലെ കൈനറ്റിക് എനർജി കാണണം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ കൈനറ്റിക് കിട്ടിക്കോളും. ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി which is k final minus k initial. k final കാണാൻ half m df square minus half m da square കൊടുക്കുക. half m കോമൺ ആണ്, bf square minus da square. bf എന്താ വരിക? ഫൈനൽ കേസിലെ വെലോസിറ്റി. എത്ര ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ്? 2 മീറ്റർ. അപ്പൊ 2 കൊണ്ടേ കൊടുത്താൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടും. ഇനി ഇനീഷ്യൽ വെലോസിറ്റി വേണം അല്ലെ? അപ്പൊ x ഇനീഷ്യൽ കൊടുത്താൽ മതി. ഏതാ x ഇനീഷ്യൽ എന്ന് പറയുന്നത്? 0 ആണ്. അപ്പൊ 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? അത് കംപ്ലീറ്റ് 0 എന്ന് കിട്ടിക്കോളും. ഓക്കെ, എന്താ കിട്ടുക? കംപ്ലീറ്റ് ആയിട്ട് 0 എന്ന് കിട്ടിക്കോളും, റൈറ്റ്? അപ്പൊ ഈ വെലോസിറ്റി മൊത്തം എന്തായി? 0 ആയിട്ട് മാറും. അപ്പൊ ഹാഫ് എം ഇൻറ്റു വി എഫ് സ്ക്വയർ മൈനസ് വി ഐ സ്ക്വയർ ആണ്. അതിൽ വി എഫ് കാണാൻ വേണ്ടി എക്സിനെ 2 കൊണ്ടേ കൊടുത്തു, വി ഐ കാണാൻ വേണ്ടി എക്സിന് എന്ത് ചെയ്യാം? 0 കൊണ്ടേ കൊടുക്കുക. അപ്പൊ അത് കംപ്ലീറ്റ് എന്തായിട്ട് മാറിക്കോളും? 0 ആയിട്ട് മാറി. അപ്പൊ ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 100 ജൂൾ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ടേബിൾ കൊടുത്തേക്കാണ്, 3 കോളംസ് ഉണ്ട്. നമ്മൾ നോക്കാം അല്ലെ? ഫസ്റ്റ് വൺ, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. നേരെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നമുക്കറിയാം തേർഡ് കോളത്തിൽ അതിന്റെ ഇക്വേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത് അല്ലെ? സോ പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഇക്വേഷൻ വരിക? നമുക്കറിയാം അത് mgh ആണ്. സോ ഇവിടെ എന്ത് വരും? mgh വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവിടെ പറയുന്നത് കൈനറ്റിക് എനർജി ആണ്. അതിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും വരിക? ഒരു എക്സാമ്പിൾ ആയിരിക്കും വരിക അല്ലെ? നമുക്ക് എന്ത് പറയാം? ഒരു മൂവിംഗ് ബോഡിക്കാണ് കൈനറ്റിക് എനർജി അല്ലെ? എന്താണ് കൈനറ്റിക് എനർജി? ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെ? അപ്പോ ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് മൂവിംഗ് ബോഡി എന്ന് പറയും. മൂവിംഗ് ബോഡിക്കാണ് കൈനറ്റിക് എനർജി ഉള്ളത് അല്ലെ? ഡാമിൽ സ്റ്റോർ ചെയ്ത വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ മൂവിംഗ് ബോഡിക്ക് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. നെക്സ്റ്റ് വൺ, മാസ് അറിയാം 10 kg, ആക്സിലേഷൻ അറിയില്ല, ഫോഴ്സ് അറിയാം. അപ്പൊ ഫോഴ്സും മാസും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേഷൻ കാണണം. നമുക്ക് ന്യൂട്ടന്റെ ഇക്വേഷൻ അറിയാമോ? F is equal to ma, right? F equal to ma ആണല്ലോ. നമുക്ക് എന്താണ് വേണ്ടത്? ആക്സിലേഷൻ ആണ് വേണ്ടത്. A is equal to F by m ആണ്. ഫോഴ്സ് ബൈ മാസ്. എത്രയാണ് ഫോഴ്സ് വന്നേക്കുന്നത്? ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. ദെൻ എത്രയാണ് മാസ്? മാസ് 10 kg ആണ് അല്ലെ? സ്റ്റാൻഡേർഡ് എസ് യൂണിറ്റ് തന്നെയാണ് അല്ലെ? ഫോഴ്സിന്റെ എസ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിന്റെ കിലോഗ്രാം ആണ്. കുഴപ്പമൊന്നുമില്ല. 10 കേട്ടാൽ എന്ത് കിട്ടും? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മാസ് എന്ന് പറയുന്നത് ആക്സിലേഷൻ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അത് കിട്ടി. ദെൻ ലിഫ്റ്റ് ഫോൾസ് ഫ്രീലി. സോ ആ സമയത്ത് എന്താണ് ആക്സിലേഷൻ വരിക? ഒരു ഫ്രീ ഫോളിന്റെ കേസിൽ നമുക്കറിയാം A is equal to ആക്സിലേഷൻ എന്താണ്? G തന്നെയാണ്. ആ സമയത്ത് എന്താണ് R? റിയാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന വെയിറ്റ് എന്താണ്? 0 ആയിരിക്കും. ഫ്രീ ഫോളിന്റെ കേസിൽ
വെയിറ്റ്ലെസ്നെസ് ആയിരിക്കും അല്ലെ, വെയിറ്റ് ഉണ്ടാവത്തില്ല. സോ എന്തായിരിക്കും ആർ ഈസ് ഈക്വൽ ടു സി. ഫ്രീ ഫോളിന്റെ കേസിൽ വെയിറ്റ് തോന്നത്തില്ല. സോ ആർ ഈക്വൽ എന്താണ് സി. സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗൈൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് കോളത്തില് മിസ്സിംഗ് ആണ് എഫ് ഡോട്ട് എസ് തന്നേക്കുന്നത് അല്ലെ. എന്താണ് എഫ് ഡോട്ട് എസ്? നമുക്കറിയാം സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എഫ് ഡോട്ട് എസ് എന്തിന്റെ എന്ത് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ആണ്? വർക്കിന്റെ ഇക്വേഷൻ അല്ലെ. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. സോ വർക്കിന്റെ ഇക്വേഷൻ ആണ്, വർക്കാണ് എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ദെൻ മാസ് എം ആണ്, മൊമെന്റം പി ആണെങ്കിൽ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? നമുക്കൊരു ഇക്വേഷൻ അറിയാം, നമുക്ക് കെയുടെ ഇക്വേഷൻ അറിയാമോ? എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്തു? മുകളിൽ താഴെ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ പറയാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം സ്ക്വയർ ബി സ്ക്വയർ ബൈ എം എന്ന് പറയും. ശരിയല്ലേ? ദെൻ വാട്ട് ഈസ് എം ബി? വാട്ട് ഈസ് മാസ് ഇൻടു വെലോസിറ്റി? മൊമെന്റം ആണ് അല്ലെ, പി ആണ്. സോ വി ക്യാൻ റീപ്ലേസ് എം ബി ബൈ പി. സോ എന്താ പറയാ? ഹാഫ് എന്താണ് മാസിന്റെ വെലോസിറ്റി? പി ആണ്. അപ്പോ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ പി സ്ക്വയർ എന്ത് വരും? 3m എന്ന് വരും. അപ്പൊ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 3m എന്ന് വരും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് വരും. സോ അവിടെ നമുക്ക് കൊടുക്കാലോ. സോ കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ബൈ ഹാർട്ട് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. മേ ബി പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. നെക്സ്റ്റ് വൺ ഫോക്കസ് ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് പറയാം. എന്തൊരു ടൈപ്പ് ഓഫ് കൊളീഷൻ ആണ്? മൊമെന്റം കൺസേർഡ് ആണ്, എനർജി കൺസേർഡ് ആണ്. മൊമെന്റം എനർജി കൺസേർഡ് ആണെങ്കിൽ എന്ത് കൊളീഷൻ ആയിരിക്കും? ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ. നെക്സ്റ്റ് വൺ യൂണിറ്റ് ഓഫ് പവർ. ഇവിടെ 746 വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? വാട്ടാണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 746 വാട്ട്. ഈ 746 വാട്ട് എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകതരം പവറിന്റെ യൂണിറ്റ് ആണ്. എന്താണ്? ഹോഴ്സ് പവർ ആണ്. സോ എന്താ പറയുക അവിടെ 1 HP എന്ന് പറയും. നമുക്ക് HP എന്ന് കൊടുക്കാൻ പറ്റും അല്ലെ. സോ 1 HP എന്താണ്? 746 വാട്ട് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റിലേറ്റർ ആയിരിക്കണം അല്ലെ, അങ്ങോട്ട് റിലേറ്റർ ആയിരിക്കണം അല്ലെ. വർക്ക് എഫ് ഡോട്ട് എസ് സ്കെയിലർ ക്വാണ്ടിറ്റി എല്ലാം അങ്ങോട്ടേക്ക് റിലേറ്റർ ആണ്. ഇവിടെ എന്തായാലും 746 വാട്ട് ചുമ്മാ കൊടുക്കത്തില്ല. അപ്പൊ എന്താ 746 വാട്ട് എന്ന് പറയുന്നത്? 1 HP ആണ്. റൈറ്റ്? അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ ആണ് HP എന്ന് പറയുന്നത്. ആ 1 HP എത്രയാണ്? 746 വാട്ട് ആണ്. ഓക്കെ, പ്രോബ്ലം ചോദിക്കാം, കൺവേർഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞു വെക്കാം. 1 HP is equal to 746 വാട്ട് ആണ്. നെക്സ്റ്റ് വൺ ബോഡി ഓഫ് മാസ് എം. മാസ് അറിയാം, അറ്റ് എ ഹൈറ്റ് h ആണ്. ദെൻ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജി കാണാം? P is equal to mgh. P is equal to m into g into h. Then പവർ P ആണെന്നറിയാം. ദെൻ ഇവിടെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പവറിന് എന്ത് ചെയ്യണം? ഒരു സ്കെയിലാർ പ്രൊഡക്റ്റ് റെപ്രസെന്റ് ചെയ്യണം. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആണ്. എഫ് ഡോട്ട് ബി ആണ് പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആണ്. പവറും വർക്കും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. മാറിപ്പോയത് വർക്ക് എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് ആണ്. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്നാൽ പവർ എന്താണ്? ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ആണ്. ക്ലിയർ അല്ലേ? സോ ആ ടേബിളിൽ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. State and explain the work done in the following situations. A person carrying a heavy load walks on a level road. ഒരാള് ലെവൽ ലോഡില് വെയിറ്റ് വെച്ച് നടന്നു പോവാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വർക്ക് എന്ന് പറയുന്നത്? അവിടെ എത്രയാണ് ആലോചിച്ച് നോക്കാം. ഒരാള് തലയിൽ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യാം? ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്ത് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്? എംജി താഴത്തേക്കാണ്. അത് നടക്കുന്നത് എങ്ങനെയാണ്? നേരെ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? സ്ട്രൈറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. വെയിറ്റ് ഡൗൺവേർഡ്സ് ആണ്, വെർട്ടിക്കൽ ആണ്. ഡിസ്പ്ലേസ്മെന്റോ അത് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ എത്ര ആംഗിൾ എന്ന് പറയുന്നത്? ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മളെങ്ങനെ വർക്ക് കാണുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്. അപ്പൊ എഫ് എസ് കോസ് തീറ്റ വരും. എഫ് എസ് എന്താ അവിടെ? തീറ്റ 90 ഡിഗ്രി ആണ് അല്ലെ. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എന്താ വരിക വർക്ക്? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് 90 വരും. You know that cos 90 is equal to 0. അപ്പോൾ വർക്ക് എത്രയാണ്? വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. സോ a person carrying a heavy load walks on a level load എന്താണ്? ലെവൽ ലോഡ് നടക്കുകയാണ് അല്ലേ. അപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ, വെയിറ്റ് ഡൗൺവേർഡ്സ്. സോ ആംഗിൾ 90 ഡിഗ്രി. സോ വർക്ക് ഡൺ 0. A man spending his energy by pushing on a concrete wall. A man spending his energy by pushing on a concrete wall. അപ്പോൾ again എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വർക്ക് ഡൺ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഒരാൾ പുഷ് ചെയ്യാണ്, ഒരു കോൺക്രീറ്റ് വാൾ പുഷ് ചെയ്യാണ് അല്ലെ. ഒരു ബോൾ പുഷ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ബോൾ പുഷ് ചെയ്യുന്ന കേസിൽ അയാൾ എത്ര പുഷ് ചെയ്തിട്ട് കാര്യമില്ല, ബോളാണ്, കോൺക്രീറ്റ് വാളാണ്, മൂവ് ചെയ്യില്ല. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ നമുക്ക് അറിയാം വർക്ക് എത്രയാണ്? വർക്ക് 0 ആണ്. സോ ആ കേസിൽ വർക്ക് എത്രയാണ്? 0 വർക്കാണ്. സോ ഈ രണ്ട് കേസിലും എങ്ങനെയാണ് വർക്ക് എന്ന് പറയുന്നത്? 0 ആണ്. ഓക്കെ,
Now, next question. B part. A constant force of 200 Newton displaces a body through 5 meter in the direction of the force. Find the work done on the body. നമുക്ക് വർക്കാണ് കാണേണ്ടത്. കോൺസ്റ്റന്റ് ഫോഴ്സ് 200 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എത്ര ഡിസ്പ്ലേസ് ഉണ്ട്? 5 മീറ്റർ ആണ്. ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതും കൂടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 5 മീറ്റർ ആണ്. അത് മാത്രം നോക്കിയാൽ പോരാ. എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ്? ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, എത്രയാ ഫോഴ്സ് എന്ന് പറയുന്നത്? 200 മീറ്റർ. നമുക്കറിയാം വർക്കാണെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. വർക്ക് എങ്ങനെയാണ്? എഫ് ഡോട്ട് എസ് ആണ്, റൈറ്റ്? ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ എസ് എങ്ങനെ സെയിം ഡയറക്ഷൻ ആണ് അല്ലെ? അവിടെ പറയുന്നുണ്ട് ഡിസ്പ്ലേസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പറയുന്നുണ്ട്. അപ്പൊ എസും എഫും എങ്ങനെയാ സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ ആംഗിൾ എത്രയാ? 0 ആണ്. സോ എന്താ പറയാ? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് 0 ആണ്. കോസ് 0 1 ആണ്. എത്രയാ ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ഇൻറ്റു എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 5 മീറ്റർ ആണ്. ഇൻറ്റു കോസ് 0 1 ആണ്. എന്താ കിട്ടുക? വർക്ക് ഈസ് ഈക്വൽ ടു 1000 ജൂൾ എന്ന് കിട്ടും. വർക്കിന്റെ യൂണിറ്റ് ജൂൾ അല്ലെ? വർക്ക് ഈസ് ഈക്വൽ ടു 1000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ആ ക്വസ്റ്റ്യൻ വരെ. Next one. Identify the sign of work done by the forces given are whether positive or negative. തന്നേക്കുന്ന കേസിലെ വർക്കിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പോ എ ആൻഡ് ബി കൊടുത്തിട്ട് നോക്കാം. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ എ മാൻ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ ബൈ മീൻസ് ഓഫ് എ റോപ്പ് ടൈഡ് ടു ദി ബക്കറ്റ്. ശരിക്കും വായിക്കണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു മുമ്പ്. ഒരു വെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ലിഫ്റ്റ് ചെയ്യണം. ആ ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ വർക്ക് ഡൺ ബൈ ഫോഴ്സ് അപ്ലൈഡ് ബൈ മാനും ഉണ്ട്. മാൻ ചെയ്യുന്ന വർക്കിന്റെ സൈനും വേണം. അതുപോലെ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വേണം. രണ്ട് ഫോഴ്സും ചെയ്യുന്ന വർക്ക് സെയിം കേസിൽ. അപ്പൊ എന്താ കേസ് എന്ന് പറയുന്നത്? ഒരാള് ഒരു വെല്ലിൽ നിന്ന് എന്ത് ചെയ്യാണ്? വാട്ടർ ലിഫ്റ്റ് ചെയ്യണം അല്ലെ? വാട്ടർ ലിഫ്റ്റ് ചെയ്യാന്ന് മാത്രമേ പറയുള്ളൂ. നമുക്കറിയാം ബക്കറ്റ് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മേളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ? മേളിലേക്കാണ് അല്ലെ? വാട്ടർ ലിഫ്റ്റ് ചെയ്യണം. ആ കേസിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ മാൻ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ മാൻ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഫോഴ്സ് മോളിലോട്ട്, ഡിസ്പ്ലേസ്മെന്റ് മോളിലേക്ക് അല്ല. ബക്കറ്റ് എങ്ങനെ വരുന്നത്? ബക്കറ്റ് മേളിലേക്കല്ലേ വരുന്നത്? അപ്പൊ രണ്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ. ഈ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. സോ വർക്ക് ഡൺ ബൈ മാൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്? ദെൻ അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡ്സ് ആണ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെ? ഡൗൺവേർഡ്സ് ആണ്. പക്ഷെ എങ്ങനെ ബക്കറ്റ് പോകുന്നത്? മുകളിലേക്കാണ് അല്ലെ? ലിഫ്റ്റ് ചെയ്യാണ് ബക്കറ്റ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ്സ്, ഡിസ്പ്ലേസ്മെന്റ് അപ്വേർഡ്സ്. രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം സൈൻ എന്തായിരിക്കും? വർക്കിന്റെ നെഗറ്റീവ് ആയിരിക്കും. സോ ഈ കേസിൽ ലിഫ്റ്റ് ചെയ്യുന്ന ബക്കറ്റിൽ വെള്ളം ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ വർക്ക് ഡൺ ബൈ മാൻ ആണെങ്കിൽ അത് എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. എ പാർട്ട് കഴിഞ്ഞു. അടുത്തത് ബി പാർട്ട് നോക്കാം. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. ഒരു റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതില് ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. ആ ബോഡി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യിക്കുകയാണ്. സോ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണം? റഫ് സർഫസ് ആണ്, ഒരു ബോഡി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. കാരണം ഫ്രിക്ഷൻ ഉണ്ടല്ലോ, തന്നെ മൂവ് ചെയ്തില്ല. അപ്പൊ ഫ്രിക്ഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ അതാണ് ഈ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ആ സമയത്ത് റഫ് സർഫസ് ആണ്. അപ്പൊ മോഷൻ ഓപ്പോസിറ്റ് എന്ത് വരും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫ്രിക്ഷൻ ഫോഴ്സ്. ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം റൈറ്റിലോട്ട്. അത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. സർഫസ് എങ്ങനെയാണ്? റഫ് ആണ്. അപ്പൊ എന്താ പറ്റുക? മോഷൻ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് പറയുന്നത് അല്ലെ? മോഷനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ മോഷൻ റൈറ്റിലേക്കാണെങ്കിൽ എങ്ങനെ ഫ്രിക്ഷൻ വരിക? ലെഫ്റ്റിലേക്കായിരിക്കും, റൈറ്റ്? അപ്പൊ ഈ കേസിൽ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് വേണം, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. നോക്കാലോ, നമുക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് നോക്കാം നമുക്ക്. അപ്ലൈഡ് ഫോഴ്സ് എങ്ങടാ? ടുവേർഡ്സ് റൈറ്റ്. എങ്ങടാ ബോഡി മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ്. രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Then അടുത്തത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ബോഡി മൂവ് ചെയ്യുന്ന റൈറ്റിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എവിടേക്കായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും, ശരിയല്ലേ? അപ്പൊ എന്താ പറ്റുക? രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ യു ക്യാൻ സേ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? സോ
അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്കും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് വർക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇനി പക്ഷെ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്? ഫ്രിക്ഷൻ വരുന്നത് അല്ലെ. ബോഡി റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ലെഫ്റ്റിലേക്കായിരിക്കും. ബോഡി ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ റൈറ്റിലേക്കായിരിക്കും. ഫ്രിക്ഷൻ എപ്പോഴും മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ആ കേസിൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ, വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് പോസിറ്റീവ്, ഡിസ്പ്ലേസ്മെന്റും ഫ്രിക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഫോഴ്സ് നെഗറ്റീവ്. സി പാർട്ട് നോ. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഫ്രം ദി ഗിവൺ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പോ ഈ ഗ്രാഫിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ഡൺ കാണണം. ഓക്കെ, നോക്കണം അല്ലെ. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഫ്രം ദി ഗിവൺ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. അതിൽ നിന്ന് എങ്ങനെ വർക്ക് കാണാൻ പറ്റും? ഇതാണ് പോയിന്റ്. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താണ്? വർക്ക് ഡൺ ആണ്. അതാണ് നമ്മുടെ പോയിന്റ്, അതാണ് നമ്മുടെ കോൺസെപ്റ്റ് ആവശ്യമുള്ളത്. എന്താണ് പോയിന്റ്? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നമുക്ക് എങ്ങനെ വർക്ക് കാണാൻ പറ്റും? അതിന്റെ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ നോക്കിയാണ്. ഓക്കെ അല്ലേ? ചെയ്യാമോ? അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫ്രം ദ ഗിവൺ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ആ ഗ്രാഫിന് അടിയിലുള്ള കംപ്ലീറ്റ് വർക്ക് കാണണം. അപ്പൊ കംപ്ലീറ്റ് ഏരിയ കാണണം. അപ്പൊ എങ്ങനെ കംപ്ലീറ്റ് ഏരിയ കാണാൻ പറ്റും? നമുക്ക് ഈ ഗ്രാഫിന്റെ ബി സി എന്ന് പറയുന്നതിന്റെ താഴത്തേക്കുള്ള ഫുൾ ഏരിയ വേണം അല്ലെ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ ഏരിയ വേണം? നമുക്ക് ഈ ഏരിയ വേണം, ഈ റെക്ടാംഗിൾ ഏരിയ വേണം, അത് കൂടാണ്ട് ഒരു ട്രപ്പീസി അപ്പുറം ഉണ്ട്, അതിന്റെ ഏരിയ കൂടെ വേണം അല്ലെ? ഈ ട്രപ്പീസിന്റെ ഏരിയ കൂടെ വേണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടിക്കോളും. റൈറ്റ്? അപ്പൊ നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. അതിൽ നിന്ന് വർക്ക് കാണണം. എങ്ങനെ വർക്ക് കാണാൻ പറ്റും? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് ആര്? വർക്ക്. സോ നമുക്ക് ഏരിയ കാണാൻ പറ്റും. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാംഗിൾ, പേര് കൊടുക്കാം ബി സി ഡി ഒ. ബി സി ഡി ഒ. ദെൻ അടുത്തത് എന്താ? അതിൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? ആ ട്രപ്പീസി ആഡ് ചെയ്യണം അല്ലെ? ട്രപ്പീസി ആണ്, കാരണം ഇത് രണ്ടും പാരലാണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം CEID. ഓക്കെ, അപ്പോ റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? ചെയ്യാലോ. അപ്പോ ലെങ്ത് എത്രയാ? 0 to 10. അപ്പൊ 10 - 0 10 ഇൻറ്റു എത്രയാ? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0 to 100. അപ്പൊ 100 - 0 അപ്പൊ എത്രയാ? 100. ഓക്കെ, ദെൻ അപ്പോ ഈ ഏരിയ കിട്ടി 10 into 100. Now അടുത്ത എന്താ? നമുക്ക് ട്രപ്പീസിന്റെ ഏരിയ ആണ്. ട്രപ്പീസിന്റെ ഏരിയ ആണ് എങ്ങനെയാ? half into a plus b into h അല്ലെ? half into sum of parallel sides into distance between parallel sides. ശരിയല്ലേ? നമുക്ക് ചെയ്യാം. half into sum of parallel sides. sum of parallel sides. അപ്പൊ ഏതൊക്കെയാ പാരലൽ സൈഡ്സ്? DC യും EI യും ആണ് പാരലൽ സൈഡ്സ്. അപ്പോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എത്ര DC എന്ന് പറയുന്നത്? DC എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, OB തന്നെയാണ് അല്ലെ? 100 തന്നെയാണ്. സോ 100 പ്ലസ് അടുത്ത പാരലൽ സൈഡ് ഏതാണ്? CEI ആണ് അല്ലെ? EI എത്രയാണ്? ഇയുടെ വാല്യൂ 50 ആണ്. അപ്പൊ 50 - 0 അല്ലെ? എത്ര ലെങ്ത് വരിക? 50. അപ്പോ 50 ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാരലൽ സൈഡ്സിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വേണം. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വേണം. DI വേണം. എത്ര DI വരിക? 10 to 20 ആണ് അല്ലെ? അപ്പൊ 20 - 10. നിങ്ങൾ ഒരിക്കലും ലെങ്ത് എന്ന് പറയുന്നത് നേരെ 20 എടുക്കരുത്. നമുക്ക് D മുതൽ I വരെ മതി. അപ്പൊ D മുതൽ I വരെ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 2 പോയിന്റ് മൈനസ് ചെയ്താൽ മതി അല്ലെ? 20 - 10 ചെയ്യാം. എത്ര? 20 - 10 10 ആണ്. സോ ഇൻറ്റു എന്ത് വരും? 10 വരും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഏരിയ കിട്ടി. അപ്പൊ ഫോഴ്സ് തന്നേക്കുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. അതിന് എങ്ങനെ വർക്ക് കാണാൻ പറ്റും? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് ആര്? വർക്ക്. അപ്പൊ ഇതിന്റെ ഈ ഗ്രാഫിന്റെ അടിയിലുള്ള BC എന്ന് പറയുന്ന ഗ്രാഫിന്റെ ആ കർവിന്റെ അടിയിലുള്ള കംപ്ലീറ്റ് ഏരിയ വേണം. ആ ലൈനിന്റെ അടിയിലേക്കുള്ള ടോട്ടൽ ഏരിയ വേണം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ റെക്ടാംഗിൾ ഉണ്ട് പ്ലസ് ഒരു ട്രപ്പീസി ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. റെക്ടാംഗിൾ ഏരിയ കാണാൻ വേണ്ടി ചെയ്യാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാം. 10 into 100. പിന്നെ ട്രപ്പീസിന്റെ ഏരിയ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ അറിയണം. half into a plus b into h, half into sum of parallel sides into distance between parallel sides. അപ്പൊ ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ് അല്ലെ? DC എത്രയാ? 100. എത്രയാണ്? EI എന്ന് പറയുന്നത് 50. അപ്പൊ half into 100 plus 50 വരും. ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് വരിക? 10 to 20. 20 - 10 എന്ത് വരും? 10 വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. 1000 plus
ഹാഫ് ഇൻറ്റു 100 പ്ലസ് 50 150 ഇൻറ്റു 10. ഓക്കെ, എന്ത് വരും? കട്ട് ചെയ്യാം. 250 കട്ട് ചെയ്യുമ്പോൾ 75 വരും. 1000 പ്ലസ് 750 1750 മിനിറ്റ്സ്. ഓക്കെ, വർക്ക് കിട്ടി. എന്താണ് വർക്കിന്റെ യൂണിറ്റ്? ജൂളാണ് അല്ലെ? 1759. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ എന്താണ് പോയിന്റ് എന്ന് പറയുന്നത്? ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് എങ്ങനെ വർക്ക് കാണാൻ പറ്റും? ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് എങ്ങനെ വർക്ക് കാണാൻ പറ്റും? ആ ഗ്രാഫിന്റെ അടിയിലുള്ള കംപ്ലീറ്റ് ഏരിയ കിട്ടിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. ടേബിൾ എന്താ? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ടേബിൾ ആണ്. ഓരോ ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തേക്കാണ് അല്ലെ? ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കണം. നമുക്കത് ചെയ്യാം. ഇപ്പോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ y ആക്സിൽ ഫോഴ്സ്, x ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദെൻ ഫോഴ്സ് നോക്കി 2 4 6 8 10 അല്ലെ? 2 വെച്ചാണ് പോണേ. അപ്പോ ഒറിജിൻ 0 2 4 6 8 10 ഇങ്ങനെ പോവാണ്. ഡിസ്പ്ലേസ്മെന്റോ 1 2 3 4 5. അപ്പോ 1 2 3 4 and 5. ഓക്കെ, മാർക്ക് ചെയ്യാം. 2 ന്യൂട്ടൺ ആകുമ്പോൾ ഫോഴ്സ് ആണെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ്? 1 ആണ് അല്ലെ? ഇപ്പൊ 2 ന് 1. ഇനി രണ്ടാ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഫോഴ്സ് 4 ആണ്. അപ്പൊ 2 ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ ഫോഴ്സ് 4. 3 ആ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് എത്രയാ? 6. അപ്പൊ 3 ക്ക് 6. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂടെ മാർക്ക് ചെയ്യാം. ഇത് കിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് കിട്ടും. സ്റ്റൈലാണ് കിട്ടാം. റഫായിട്ട് വെച്ചുകൊണ്ട് സ്റ്റൈലിലേക്ക് ചിലപ്പോൾ കിട്ടുന്നിരിക്കില്ല. നമുക്ക് കറക്റ്റ് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കാം. സ്റ്റൈലിലേക്ക് കിട്ടും അല്ലെ? 1 2 2 4 3 6 4 8 5 10 അല്ലെ? അപ്പൊ സ്ട്രൈറ്റ് കിട്ടത്തുള്ളൂ. അതൊന്ന് തീരും വരച്ചു. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വർക്ക് ഡൺ ഫ്രം ദി എബോവ് ഗ്രാഫ്? ഹൗ ക്യാൻ യു ഫൈൻഡ് ദി വർക്ക് ഡൺ ഫ്രം ദി എബോവ് ഗ്രാഫ്? ഇത് എന്ത് ഗ്രാഫാ? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വർക്ക് കിട്ടും? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ് എന്ത് വർക്ക് എന്ന് പറയുന്നത് അല്ലെ? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താണ്? വർക്കാണ്. അപ്പൊ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ മതി. നോ, area under the graph. Next one, suggest any two situations in which the work done by the force is 0. Work done by a force 0 ആണ് രണ്ട് സിറ്റുവേഷൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു FS cos θ ആണ്. വർക്ക് 0 ആകണം എന്നുണ്ടെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. എപ്പോഴാ? ഒന്നാമത്തെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഒരു വോളിനെ പിടിച്ച് തള്ളുന്ന കേസിൽ വോൾ അനങ്ങത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഫോഴ്സ് ഉണ്ട്, പക്ഷെ വർക്ക് എത്രയാ? 0. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സെക്കൻഡ് കേസിൽ എന്ത് പറയാം? cos θ 0 വേണം. cos θ 0 എന്നപ്പോഴാ? θ 90 ഡിഗ്രി ആവുന്ന കേസ് അല്ലെ? ഒരാൾ തലയിൽ വെയിറ്റ് വെച്ച് നടക്കുന്ന സമയത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. കാരണം ഫോഴ്സ് എങ്ങനെ? ഡൗൺവേർഡ്സ്. വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ്സ് ആണ്. എങ്ങനെ? ഡിസ്പ്ലേസ്മെന്റ് നേരെയാണ്. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 90 ഡിഗ്രി. അപ്പൊ വർക്ക് എത്രയായിരിക്കും? വർക്ക് 0 ആയിരിക്കും. അപ്പൊ രണ്ട് സിറ്റുവേഷൻ ആവശ്യമാണ് അല്ലെ? അപ്പൊ രണ്ടും പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. കുഴപ്പമില്ലോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്ക് 0. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് 90 ആണെങ്കിലും വർക്ക് എത്രയാണ്? 0 ആണ്. നെക്സ്റ്റ് വൺ, a body is pushed with a force of 3 Newton for 2 seconds along a frictionless track. The graph shows the velocity of the body against time. How much work is done by the force? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യാം. ക്വസ്റ്റ്യൻ, a body is pushed with a force of 3 Newton for 2 seconds. 2 സെക്കൻഡ് ടൈം വരെ ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് ഒരു ബോഡി പുഷ് ചെയ്യണം. അപ്പോൾ ടൈം ആക്ട് ചെയ്ത സമയം നിങ്ങൾ നോക്കണം, തെറ്റിക്കരുത്. ഫോഴ്സ് എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ ആണ്. ഓക്കെ, എത്ര ടൈം വരെ ഫോഴ്സ് ആക്ട് ചെയ്തു? 2 സെക്കൻഡ് വരെ ആക്ട് ചെയ്തത് അല്ലെ? എ ബോഡി ഈസ് പുഷ്ഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 3 ന്യൂട്ടൺ ഫോർ 2 സെക്കൻഡ്. 2 സെക്കൻഡ് സമയത്ത് 3 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്തു. ഒരു ഫ്രിക്ഷൻലെസ് ട്രാക്ക് ആണ്. ഓക്കെ, ദ ഗ്രാഫ് ഷോസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അഗെയിൻസ്റ്റ് ടൈം. അപ്പോ തന്നിരിക്കുന്നത് എന്തുവാ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നോക്കാം. അപ്പൊ ഒരു ഫ്രിക്ഷൻലെസ് ട്രാക്കാണ്, ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ ഒരു ബോഡിയിൽ 2 സെക്കൻഡ് വരെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റി? ഫോഴ്സ് ഈക്വൽ ടു m നമുക്കറിയാം. അപ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ആക്സിലേഷൻ ഉണ്ടാവും. ബോഡി എന്ത് ചെയ്തു? വെലോസിറ്റി പയ്യെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ? വെലോസിറ്റി കൂടാൻ മീൻസ് അവിടെ എന്തുണ്ട്? ആക്സിലേഷൻ ഉണ്ട്. അപ്പൊ 2 സെക്കൻഡ് നേരം ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പൊ 2 സെക്കൻഡ് നേരത്തേക്ക് എന്തുണ്ട്? F ഈക്വൽ ടു m ആണെങ്കിൽ F ഉണ്ടെങ്കിൽ ആക്സിലേഷൻ കാണും. അപ്പൊ ആക്സിലേഷൻ എന്താ പറ്റുക? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ആ 2 സെക്കൻഡ് നേരം എന്ത് ചെയ്യും? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ആഫ്റ്റർ 2 സെക്കൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവിടെ പറയുന്നില്ല. 2 സെക്കൻഡ് നേരത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഫോഴ്സ് റിമൂവ് ചെയ്തു. അപ്പോ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ എത്രയാ വെലോസിറ്റി? 0.5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടാകും ബോഡി. പിന്നെ ആ ഫോഴ്സ് റിമൂവ് ചെയ്തു. പക്ഷെ അപ്പോഴും ബോഡി എന്ത് ചെയ്യാണ്?
കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുക. കാരണം ഫ്രിക്ഷൻ ഇല്ല അല്ലെ, ഫ്രിക്ഷൻ ഇല്ല. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ത് ചെയ്യും? ബോഡി മൂവ് ചെയ്യും. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താ വരിക? നേരെ വെലോസിറ്റി കുറയും അല്ലെ. വെലോസിറ്റി എന്താ ചെയ്യുക? വെലോസിറ്റി കുറയും. കാരണം ഫ്രിക്ഷൻ അറിയാൻ എന്താ പറ്റിയ? മോഷനെ ഓപ്പോസിങ്. വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ക്ലിയർ അല്ലേ? ഗ്രാഫ് ശരിക്കും മനസ്സിലാക്കണം, കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ ഫ്രിക്ഷൻലെസ് ട്രാക്ക് ആണ്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ട്? ആക്സിലേഷൻ ഉണ്ട്. ബോഡി എന്താ? സ്റ്റാർട്ട്സ് റെസ്റ്റ് ആണ്. അപ്പോ എഫ് ഉണ്ടെങ്കിൽ എ ഉണ്ട്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. എത്ര നേരത്തേക്ക് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു? 2 സെക്കൻഡ് നേരത്തേക്ക് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. കാരണം എന്താ? 2 സെക്കൻഡ് നേരത്തേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ 2 സെക്കൻഡ് നേരത്തേക്ക് ആക്സിലേഷൻ ഉണ്ട്. സോ വെലോസിറ്റി കൂടി 2 സെക്കൻഡ് ആയപ്പോൾ 0.5 മീറ്റർ പെർ സെക്കൻഡ് വരെയായി. അതിനുശേഷം ഫോഴ്സ് ഇല്ല. എങ്ങനെ മനസ്സിലായി? വെലോസിറ്റി കോൺസ്റ്റന്റ്, ആക്സിലേഷൻ ഇല്ല. എ ഇല്ലെങ്കിൽ ഫോഴ്സും ഇല്ല. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി ബോഡി മൂവ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദി ഫോഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് കാണണം. ഫോഴ്സ് ചെയ്ത വർക്ക് കാണണം. അറിയാം ഇതെന്ത് ഗ്രാഫാ? വെലോസിറ്റി ടൈം ഗ്രാഫാ. നേരെ കൊണ്ടുപോയിട്ട് ഏരിയ അണ്ടർ ദി ഗ്രാഫ് വർക്ക് എന്ന് പറയരുത്. എന്താ റീസൺ? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് എന്ത്? വർക്ക്. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണോ? അല്ല, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് എന്താ വേണ്ടേ? വർക്ക് വേണം. ഇവിടുന്ന് ഏരിയ കണ്ടാൽ വർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ എങ്ങനെ വർക്ക് കാണാൻ പറ്റും? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് അറിയാം, എത്രയാ? 3 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കാണാം അല്ലെ? ഏരിയ കാണാം. അപ്പൊ അടുത്ത ഡൗട്ട്, ഏത് ഏരിയ വേണം? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്, നമുക്കറിയാം. പക്ഷെ എത്രയുള്ള കംപ്ലീറ്റ് ഏരിയ വേണോ അതോ കുറച്ച് ഭാഗം മാത്രം മതിയോ? അല്ലെ, നോക്കാം. നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോ ഫോഴ്സ് ആക്ടിന് എത്ര നേരത്തേക്കാണ്? ഇവിടെ മുതൽ ഇവിടം വരെ ആ ബോഡി മൂവ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? 2 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ? വെലോസിറ്റി ഉണ്ടല്ലോ ബോഡിക്ക്. അതിനുശേഷം ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വർക്ക് കാണാൻ വേണ്ടി ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് വേണം. ശരിയല്ലേ? വർക്ക് ഈസ് ഈക്വൽ എന്താണ്? എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് ഇൻടു എസ്. ഇവിടെ ആംഗിൾ 0 ആണെന്ന് വിചാരിക്കാം അല്ലെ? ബോഡി മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ. അപ്പൊ ആംഗിൾ 0. അപ്പൊ എഫ് എസ് കോസ് 0 വരും. കോസ് 0 1 ആണ്. സോ വർക്ക് ഈസ് ഈക്വൽ എഫ് എസ് ആണ്. സിമ്പിൾ കേസ്. വേറെ ആംഗിൾ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. സോ എഫ് ഇൻടു എസ് മാത്രം മതി. നൗ ഡൗട്ട്, നമുക്ക് എന്ത് വേണം? എസ് വേണം. എസ് ആരാ? ഡിസ്പ്ലേസ്മെന്റ്. അത് എവിടുന്ന് കിട്ടും? ഗ്രാഫിൽ നിന്ന് കിട്ടും. എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ ആണ്. പക്ഷെ ഡൗട്ട് എന്താ? ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കംപ്ലീറ്റ് ഏരിയ ആവശ്യമുണ്ടോ? നമുക്ക് ആ കംപ്ലീറ്റ് ഏരിയ ആവശ്യമുണ്ടോ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ ആവശ്യമുണ്ടോ എന്നാണ് ഡൗട്ട്. ശരിയല്ലേ? ആവശ്യമില്ല. എന്താ റീസൺ? നമുക്ക് വർക്ക് കാണാൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് വേണം. പക്ഷെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവിടുന്ന് ഇവിടം വരെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എവിടം വരെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 to 2 സെക്കൻഡ്. 2 സെക്കൻഡ് മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ 2 സെക്കൻഡ് നേരത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ അങ്ങോട്ട് ഫോഴ്സ് ഇല്ലല്ലോ. അപ്പൊ എന്തിനാ മതി? ഇത്രയും ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കംപ്ലീറ്റ് ഏരിയ ആവശ്യമില്ല. ഇത്രയും ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എന്താ റീസൺ എന്ന് മനസ്സിലായല്ലോ അല്ലെ? 2 സെക്കൻഡ് നേരത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ 2 സെക്കൻഡ് നേരത്തെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് മതി. ഫുൾ ഏരിയ, ഫുൾ ഡിസ്പ്ലേസ്മെന്റ് വേണ്ട. ഓക്കെ, എങ്ങനെ ഏരിയ കാണാൻ പറ്റും? എന്ത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ? ഹാഫ് ബീച്ച്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പോവാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എവിടെ കിട്ടും? ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നമുക്കറിയാം. അപ്പൊ ഏത് ഏരിയ വേണം എന്നുള്ളതാണ്. ഈ കംപ്ലീറ്റ് ഏരിയ, ഈ ഫുൾ ഏരിയ വേണ്ട. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് മതി. അപ്പോ 2 സെക്കൻഡ് നേരത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് മതി. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പ് എങ്ങനെ കിട്ടും? ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻടു ബി എച്ച് അല്ലെ? ഹാഫ് ഇൻടു എത്രയാ ബേസ്? 0 to 2. അപ്പൊ 2 ഇൻടു ഹൈറ്റ് 0 to 0.5. അപ്പൊ എന്താ പറയാ? 0.5. ശരിയല്ലേ? എത്രയാ ബേസ്? 0 to 2 ആണ്. അപ്പൊ 2 - 0 2 വരും. എത്രയാ ഹൈറ്റ്? 0 to 0.5. അപ്പൊ 0.5 വരും ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻടു ബി ഇൻടു എച്ച്. 2 ക്യാൻസൽ ആയി. എന്താ കിട്ടുക? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0.5 മീറ്റർ കിട്ടി. ഓക്കെ അല്ലെ? 0.5 മീറ്റർ കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ചോദിച്ചേക്കണ എന്താ? വർക്കാ. പിന്നെ വർക്ക് ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് അറിയാലോ. എത്ര ന്യൂട്ടൺ ആക്ട് ചെയ്തു? 3 ന്യൂട്ടൺ ആക്ട് ചെയ്തു. ആ 3 ന്യൂട്ടൺ ആക്ട് ചെയ്ത സമയത്ത് എത്ര ഡിസ്പ്ലേസ്മെന്റ്? ഈ ഏരിയ എത്രയാണ്? ഏരിയ 0.5 മീറ്റർ. ശരിയല്ലേ? അപ്പൊ എന്താ കിട്ടി? 3 ഇൻടു 0.5. 3 ഇൻടു 0.5 എന്താ കിട്ടുക? 1.5.
ജൂൾ ആൻസർ. 1.5 ജൂൾ ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്താ പോയിന്റ് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തല്ല, ഫോഴ്സ് അല്ല. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ആ ഫുൾ ഡിസ്പ്ലേസ്മെന്റ് വേണമായിരുന്നോ? വേണ്ട. നമുക്ക് വർക്കാണ് കാണുന്നത്. വർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് മതി. ഫോഴ്സ് ആക്ട് ചെയ്തത് 0 to 2 സെക്കൻഡ് ആണ്. അതുകൊണ്ട് അത്രയും ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 0.5. 0.5 കിട്ടും ഡിസ്പ്ലേസ്മെന്റ്, 0.5 മീറ്റർ കിട്ടും. പിന്നെ വർക്ക് കാണാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ എന്താ വരിക? 3 ഇൻറ്റു 0.5. എന്താ ആൻസർ കിട്ടുക? 1.5 ജൂൾ ആൻസർ. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.